ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾ ഇന്നലെ മുതൽ തന്നെ ഈ രക്ഷാദൌത്യത്തിൽ പുലർച്ചെ മുതൽ ഭാഗമാണെന്നറിയാം. പലപ്പോഴും ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. വലിയൊരു മരണസംഖ്യയാണ്. ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയ്ക്ക് ഒരു ദുരന്ത ഭൂമിയായി ഈ മേഖല മാറി എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്ക് എത്രയോ അപ്പുറത്താണ് ദുരന്തം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മരണസംഖ്യ ഓരോ സമയത്തും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് വലിയ പ്രയാസമാണ്. പക്ഷെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നന്നായി അവിടെ റെസ്ക്യൂ ചെയ്യാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും, അതായത് ഫ്ലഡ് അഫക്ട് ചെയ്തത് നമ്മളുടെ 3 മുണ്ടക്കൈ പ്രദേശം, മുണ്ടക്കൈ മുഴുവൻ, ചൂരൽമലയിൽ നിന്നും വാട്ടർ പുഴയിലൂടെ പോയി ഒരു ചെറിയ രീതിയിലുള്ള ഫ്ലഡ് സംഭവിച്ചൊരു സ്ഥലം, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും തെരച്ചിൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബെയിലി ഒരു പാലം, താൽക്കാലികമായി നമുക്കൊരു പാലത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ കുറച്ചുകൂടി ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ നമുക്ക് എളുപ്പമാകും. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. നമുക്കിനി എയർലിഫ്റ്റിംഗ്, എവിടെയെങ്കിലും സ്കാറ്റേർഡായ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് നമ്മളുടെ രക്ഷാപ്രവർത്തകർ എത്തിയാൽ അവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അവർ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്ന ആളുകൾ 200ഓളം ആളുകൾ രാത്രിയോട് കൂടി നമ്മൾ മുഴുവൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. അത് പല സ്ഥലത്തായിരുന്നു അവർ, 3 സ്ഥലത്ത് അവരെയൊക്കെ റെസ്ക്യൂ. ഞാൻ പറഞ്ഞത്, ഇനി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് ചെന്ന് അവരെ അവിടെ രക്ഷിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. അതിനോടൊപ്പം തന്നെ നമ്മൾ ബോഡി റിക്കവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ ജില്ലാ പഞ്ചായത്തിന്റെ കണക്കിൽ ഇനി കാണാതായവരുടെ ഒരു എണ്ണം അത് കൃത്യമായി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ ശ്രീ ഷംഷാദ്? നമ്മൾ ഇന്നലെ അതിനൊരു ശ്രമം നടത്തി. പക്ഷെ അതിൽ നമുക്ക് ഡാറ്റ അവൈലബിൾ കുറച്ചായില്ല. കാരണം നമ്മൾ ഡാറ്റ എടുക്കാൻ തീരുമാനിച്ച ആശാ വർക്കർ, അംഗൻവാടി വർക്കർ ഒക്കെ ഇതിന്റെ അഫക്റ്റഡ് ആളുകളാണ്. അപ്പം ഓരോ വീടും നമ്മൾ ചൂരൽമലയിലെ ആദ്യം ഫസ്റ്റ് റെസ്ക്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചത്. അവിടുത്തെ മുഴുവൻ ആളുകളെയും ഡീറ്റെയിൽസ് എടുത്ത് വീടുകൾ അവിടെ എത്ര പേരുണ്ടായിരുന്നു. പലരും വിരുന്ന് വന്ന ആളുകളുണ്ട്, ചില വീടുകളിൽ താമസക്കാര് വിരുന്ന് പോയവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ അതുകൂടെ ഒന്ന് നോക്കി ഓരോ വീടുകൾ, അടുത്തടുത്ത വീടുകൾ നമ്മൾ എടുത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൽ എത്ര പേർക്കാണ് മരണം സംഭവിച്ചത്, അപ്പോൾ അങ്ങനെ ഒരു കണക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്നൊരു ഉച്ചയോടുകൂടി നമുക്ക് ഫസ്റ്റ് റെസ്ക്യൂ പ്ലേസിലെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. ഈ ദുരന്ത മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയവർക്കുള്ള സഹായങ്ങൾ പലയിടങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. എല്ലായിടത്തും ക്യാമ്പുകളിലേക്ക് സഹായങ്ങൾ ഇപ്പോൾ എത്തുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും നമ്മള് സ്വാഭാവികമായി കേരളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ ക്യാമ്പുകളിലേക്ക് ആവശ്യങ്ങൾ നമുക്ക് ഉണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ ആളുകളെ നമുക്ക് ക്യാമ്പുകളിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു ജില്ലാ കലക്ടർ, നമ്മൾ ഒരു ജില്ലാ കലക്ടറേറ്റ് വഴി ഒരു കോർഡിനേഷൻ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്തേക്ക് തന്നെ കൂടുതൽ ആവശ്യ വസ്തുക്കൾ എത്തുന്നതും നമുക്ക് അത്ര നല്ലതായിരിക്കില്ല. അപ്പൊ സ്കാറ്റേർഡ് ആയിട്ട് ഇപ്പൊ SKMGയിൽ നമ്മളൊരു ക്യാമ്പുണ്ട്, സെന്റ് ജോസഫ് സ്കൂളിൽ ക്യാമ്പുണ്ട്, മേപ്പാടി സ്കൂളിന്റെ പേര് ഒരിക്കൽ കൂടി ഒരു പക്ഷേ ജനങ്ങളുടെ അറിവിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാമെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. മേപ്പാടി പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള സ്കൂളാണ്. അവിടെ കൂടുതൽ പിന്നെ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അത് മേപ്പാടി ടൗണിൽ തന്നെയാണ്. അവിടെ നമ്മളുടെ ഒരു ക്യാമ്പ് ഉണ്ട്. പിന്നെ SKMG സ്കൂളിനകത്ത്, അത് കൽപ്പറ്റയുമായി ബന്ധപ്പെട്ട് ഫ്ലഡ് നമ്മൾ മുണ്ടക്കൈ മാത്രം പറയുമ്പോഴും മറ്റ് 46 ക്യാമ്പ് വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുണ്ടക്കൈയുടെ അല്ലാതെ തന്നെ. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മളുടെ ഒരു ശ്രദ്ധ കൂടുതൽ മുണ്ടക്കൈ ആയതുകൊണ്ട് മറ്റുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ആ 46 ക്യാമ്പുണ്ട്. നിങ്ങൾക്ക് ആർക്ക് എന്ത് സഹായം ഇവിടെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ജില്ലാ കലക്ടറേറ്റിൽ ഒരു കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ ഷംഷാദ് മരക്കാർ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. 46 ക്യാമ്പുകൾ വിവിധയിടങ്ങളിലുണ്ട്.
കളക്ഷൻ പോയിന്റുകൾ നിരവധിയുണ്ട്. മേപ്പാടി ടൗണിലടക്കമുള്ള സ്കൂളുകളിൽ കളക്ഷൻ പോയിന്റ് ഉണ്ട്. കളക്ട്രേറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ എല്ലാവരും സഹായങ്ങളുമായി ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്താതെ ഇവിടെയൊക്കെയും നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം സാധനങ്ങൾ എത്തിച്ചാൽ കൃത്യമായി അതിനൊരു ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നതിനൊരു പൊതു സ്വഭാവം കൈവരും. അവർക്കത് കൃത്യമായി ഏകോപിപ്പിച്ച് ഓരോ ആളുകളിലേക്കും നമ്മുടെ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ കഴിയും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിച്ചത്. എന്തായാലും എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഒക്കെയും മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 151 പേരെ ഇപ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കണക്ക് ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.